أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الطلاق مرتان فإمساك بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ഇപ്പോൾ ശ്രവിച്ചത് സൂറത്തുൽ ബഖറയിലെ 230-ാമത്തെ ആയത്താണ്. അതിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: റദ്ദാക്കാവുന്ന വിവാഹമോചനം 2 പ്രാവശ്യമാണ്. പിന്നീട് ന്യായമായ നിലയിൽ കൂടെ നിർത്തുകയോ ഔദാര്യപൂർവ്വം വിട്ടയക്കുകയോ ചെയ്യാം. നിങ്ങളവർ ഭാര്യമാർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും തിരികെ വാങ്ങുന്നത് നിങ്ങൾക്ക് അനുവദനീയമല്ല. രണ്ടുപേരും അള്ളാഹുവിന്റെ നിയമാതിർത്തികളെ നിലനിർത്തുകയില്ലെന്ന് ഭയപ്പെടുന്നെങ്കിലല്ലാതെ. എന്നാൽ അള്ളാഹുവിന്റെ നിയമപരിധികളെ പാലിക്കുവാൻ അവർക്ക് കഴിയാതെ വരുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അപ്പോൾ എന്തു നൽകിക്കൊണ്ട് അവൾ വിവാഹമോചനം നേടുന്നുവോ അതിൽ അവർക്ക് ഇരുവർക്കും കുറ്റമില്ല. അള്ളാഹുവിന്റെ നിയമപരിധികളാണിവ. അതുകൊണ്ട് ഇവയെ നിങ്ങൾ ലംഘിക്കരുത്. ആരെങ്കിലും അള്ളാഹുവിന്റെ നിയമപരിധികളെ അതിലംഘിക്കുന്നുണ്ടെങ്കിൽ അറിയുക, അവർ തന്നെയാണ് അധർമ്മികൾ. ഈ ആയത്തിന്റെ തഫ്സീറിന്റെ ഒരു ഭാഗം കഴിഞ്ഞ ദർസിൽ കേൾപ്പിച്ചതാണ്. തുറന്നുകൊണ്ട് സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ എന്നതിൽ വ്യക്തമാക്കിയത് ഈ 2 തലാഖുകൾക്ക് ശേഷം ഒന്നുകിൽ സ്ത്രീയെ നല്ല രീതിയിൽ നിങ്ങളുടെ വീടുകളിൽ താമസിപ്പിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇഹ്സാനോടെ യാത്രയാക്കുക എന്നതാണ്. തസ്രീഹും ബി ഇഹ്സാൻ എന്നതിനെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിശദീകരണം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇബ്നു അബി ഹാത്തിം അബി റസീനിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഈ വചനത്തിൽ അത്തലാഖു മറത്താൻ ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ എന്ന് വന്നിട്ടുണ്ടല്ലോ, ഇതിൽ മൂന്നാമത്തേത് എവിടെയാണ്? അവിടുന്ന് അരുളി അത്തസ്രീഹു ബി ഇഹ്സാൻ എന്നതാണത്. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് തസ്രീഹും ബി ഇഹ്സാൻ എന്നതിനെ അവിടുന്ന് മൂന്നാമത്തെ തലാഖായിട്ടാണ് കണക്കാക്കിയത് എന്നാണ്. ഈ സ്ഥലത്ത് ഇഹ്സാൻ എന്ന വാക്ക് ഉപയോഗിച്ചതിലൂടെ സ്ത്രീയെ യാത്രയാക്കുമ്പോൾ അവളോട് ഉദാരതയോടെ പെരുമാറണം എന്ന കാര്യത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന്, അവളുടെ അവകാശത്തേക്കാൾ കൂടുതൽ ധനം അവൾക്ക് നൽകുകയും അവളെ ആദരവോടെ വിട്ടയക്കുകയും ചെയ്യുക. ചില സ്വഹാബികൾ തങ്ങളുടെ ഭാര്യമാർക്ക് തലാഖ് നൽകിയപ്പോൾ 10,000 രൂപ വരെ നൽകിയതായി വന്നിട്ടുണ്ട്. പിന്നീട് അരുളി, വലാ യഹില്ലു ലക്കും അൻ തഅഖുദു മിമ്മാ ആതൈതുമൂഹുന്ന ശൈഅ, നിങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ള യാതൊരു ധനവും വസ്തുവും തലാഖിന് ശേഷം അവരിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്കൊട്ടും അനുവാദമില്ല. ഈ ആയത്ത് വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നത് തലാഖിന് ശേഷം സ്ത്രീയിൽ നിന്ന് ആഭരണങ്ങളോ വസ്ത്രങ്ങളോ തിരിച്ചു വാങ്ങാൻ കഴിയില്ല, ധനമോ നൽകപ്പെട്ട മറ്റേതെങ്കിലും സ്വത്തോ തിരിച്ചു വാങ്ങാൻ കഴിയില്ല എന്ന് മാത്രമല്ല, പുരുഷൻ മഹർ നൽകിയിട്ടില്ലെങ്കിൽ തലാഖിന്റെ സമയത്ത് ആ മഹറും അവൾക്ക് നൽകേണ്ടി വരും എന്നാണ്. എന്നാൽ ഇതിന് ശേഷം ഒരു എക്സെപ്ഷൻ പറഞ്ഞുകൊണ്ട് അരുളി, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് അനുവദനീയമാണ്. അതായത്, ഇല്ലാ യഖാഫ അല്ലാ യുഖീമ ഹുദൂദല്ലാഹ്, അവർ ഇരുവർക്കും അള്ളാഹുവിന്റെ പരിധികൾ നിലനിർത്താൻ കഴിയില്ലെന്ന് ഭയപ്പെടുന്നുവെങ്കിൽ ഒഴികെ. അതായത്, പുരുഷന് സ്ത്രീയുടെ അവകാശങ്ങൾ നൽകാൻ കഴിയുന്നില്ല, സ്ത്രീക്ക് പുരുഷന്റെ അവകാശങ്ങൾ നൽകാനും കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇതിന്റെ വിധി മറ്റൊന്നാണ്. അത് ഫൈൻ ഖിഫ്തും എന്നതിൽ നിന്ന് ആരംഭിക്കുന്നു. അള്ളാഹു അരുളുന്നു, ഫൈൻ ഖിഫ്തും അല്ലാ യുഖീമ ഹുദൂദല്ലാഹി ഫലാ ജുനാഹ അലൈഹിമാ ഫീമാ ഇഫ്തദത് ബിഹി, അതായത് ഈ സാഹചര്യത്തിൽ ഇരു വിഭാഗവും പരസ്പരം ഉപദ്രവിക്കുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ, അതായത് ഖളായും യഥാർത്ഥത്തിൽ 2 പേരുടെയും ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടെത്തുകയും തെറ്റ് പുരുഷന്റേത് മാത്രമല്ല മറിച്ച് സ്ത്രീയുടേത് കൂടിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ ആ സാഹചര്യത്തിൽ സ്ത്രീയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി അവർക്കിടയിൽ വേർപിരിയൽ നടത്തുകയാണെങ്കിൽ
ഇതിനെ ശരീഅത്ത് സാങ്കേതികമായി ഖുല എന്ന് വിളിക്കുന്നു. അതിൽ യാതൊരു തെറ്റുമില്ല. ഈ ആയത്തിലെ ഒരു ആശ്ചര്യകരമായ കാര്യം, വാചകം ഒന്നാണെങ്കിലും തഅഖുദു എന്നതിലെ സർവനാമം ലമീർ ഒരു ഭാഗത്തേക്കും ഖിഫ്തും എന്നതിലെ സർവനാമം ലമീർ മറ്റൊരു ഭാഗത്തേക്കുമാണ് പോകുന്നത് എന്നതാണ്. അതായത് തഅഖുദു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭർത്താക്കന്മാരെയാണ്, എന്നാൽ ഖിഫ്തും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖളായുമായി ബന്ധപ്പെട്ട വ്യക്തികളെയാണ്. ഇതിനെ അറബി വ്യാകരണത്തിൽ ഇന്തിഷാറെ ലമായിർ എന്ന് വിളിക്കുന്നു. വ്യാകരണ പണ്ഡിതന്മാർ ഇത് അനുവദനീയമായി കാണുന്നു. ചുരുക്കത്തിൽ ഫഇൻ ഖിഫ്തും എന്നതിൽ വ്യക്തമാക്കിയത് സ്ത്രീക്ക് താൽപര്യമില്ലെന്നും അവളുടെ വിയോജിപ്പ് കാരണം പുരുഷനും നീതി പുലർത്താൻ കഴിയില്ലെന്നും അധികാരികൾ തീരുമാനിക്കുകയാണെങ്കിൽ സ്ത്രീ എന്തെങ്കിലും നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വാങ്ങി അവൾക്ക് തലാക്ക് നൽകാൻ പുരുഷന് അനുവാദമുണ്ട് എന്നാണ്. ഇത് സംബന്ധമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ഒരു സംഭവം ഹദീസുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് ഈ കാര്യത്തിലേക്ക് വെളിച്ചം വീശുന്നു. ഇബ്നു മാജയിലും നിസായിലും ഈ വരുന്നു. സാബിത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസിന്റെ ഭാര്യ, അതായത് അബ്ദുല്ലാ ബിൻ ഉബൈ ബിൻ സുലൂലിന്റെ മകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് എന്റെ ഭർത്താവിനോട് എത്രത്തോളം വെറുപ്പുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം എന്നോട് നല്ല രീതിയിൽ പെരുമാറിയാൽ പോലും എനിക്ക് അദ്ദേഹത്തോട് താല്പര്യം കാണിക്കാൻ കഴിയില്ല. ഈ വെറുപ്പല്ലാതെ എനിക്ക് അദ്ദേഹത്തോട് മറ്റു പരാതികളൊന്നുമില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവളുടെ ഭർത്താവിനെ വിളിച്ചു ചോദിച്ചു, നീ അവൾക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവൾക്ക് നൽകിയ ഒരു തോട്ടമുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് ചോദിച്ചു, നിനക്ക് അദ്ദേഹത്തിന്റെ തോട്ടം തിരിച്ചു നൽകാൻ കഴിയുമോ? അവൾ പറഞ്ഞു, അതെ യാ റസൂലല്ലാഹ്, ഞാൻ തോട്ടം തിരിച്ചു നൽകാം. ഇതിനെ തുടർന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ആ തോട്ടം തിരിച്ചു വാങ്ങാനും അതിൽ കൂടുതലൊന്നും വാങ്ങരുതെന്നും കൽപ്പിച്ചു. മറ്റൊരു നിവേദനത്തിൽ വരുന്നു, ആ സ്ത്രീ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ കൂടുതൽ നൽകാനും തയ്യാറാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, കൂടുതൽ ഒരിക്കലുമില്ല. ചില നിവേദനങ്ങളിൽ ഇത് ഹബീബ ബിൻ സുഹൈലിന്റെ സംഭവമാണെന്നും വന്നിട്ടുണ്ട്. ഏതായാലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടം അവളിൽ നിന്ന് തിരിച്ചു നൽകിക്കുകയും സ്ത്രീക്ക് വിവാഹമോചനം വാങ്ങി നൽകുകയും ചെയ്തു. പുരുഷൻ അതിൽ കൂടുതൽ വാങ്ങാൻ അനുവാദം നൽകിയതുമില്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഭർത്താവിന്റെ സ്വത്ത് മാത്രമേ അയാൾക്ക് തിരിച്ചു നൽകാൻ കഴിയുകയുള്ളൂ, അതിൽ കൂടുതലൊന്നും പാടില്ല എന്നാണ്. ഈ സ്ഥലത്ത് ഫലാ ജുനാഹ അലൈഹിമ, അവർ ഇരുവർക്കും കുറ്റമില്ല എന്ന് രണ്ട് കാരണങ്ങളാലാണ് പറയപ്പെട്ടത്. ഒന്നാമത്, ഇതിനു മുൻപ് ലാ യഹിലു ലക്കും അൻ തഖുദു മിമ്മാ ആതൈതുമുഹുന്ന ശൈഅ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയിൽ നിന്ന് ധനം വാങ്ങുന്നത് പാപമായി പ്രഖ്യാപിച്ചിരുന്നു. അതിനാൽ ഈ സാഹചര്യത്തിലും ധനം വാങ്ങുന്നത് പാപമാകുമോ എന്ന സംശയം ഉണ്ടായേക്കാം. അതുകൊണ്ട് ഫലാ ജുനാഹ അലൈഹിമ എന്ന് പറഞ്ഞുകൊണ്ട് ആ സംശയത്തെ ദൂരീകരിക്കുകയും ഇതിൽ യാതൊരു പാപവുമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. രണ്ടാമതായി ഫലാ ജുനാഹ അലൈഹിമ എന്ന് പറഞ്ഞത് സ്ത്രീ എന്തെങ്കിലും നൽകി പുരുഷനിൽ നിന്ന് സ്വതന്ത്രയാകാൻ ശ്രമിക്കുന്നത് അവളുടെ വേർപിരിയലിനുള്ള അമിത ആഗ്രഹത്തെ കാണിക്കുന്നു. ഇത് പാപമാണ്. ഇബ്നു ജരീർ സൗബാനിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, യാതൊരു ന്യായമായ കാരണവുമില്ലാതെ തന്റെ ഭർത്താവിനോട് തലാക്ക് ചോദിക്കുന്ന ഏതൊരു സ്ത്രീക്കും സ്വർഗത്തിന്റെ സുഗന്ധം ഹറാമാണ്. അതിനാൽ അരുളി, എന്തെങ്കിലും യഥാർത്ഥ അനിവാര്യത നിർബന്ധിതാവസ്ഥ ഉണ്ടായാൽ ആ സാഹചര്യത്തിൽ വേർപിരിയലിനായുള്ള അവളുടെ അപേക്ഷ പാപത്തിന് കാരണമാകില്ല. അതുപോലെ പുരുഷൻ സ്ത്രീയിൽ നിന്ന് കുറച്ച് പണം വാങ്ങി അവളെ ഒഴിവാക്കുന്നത് അവന്റെ ആർത്തിയെ കാണിക്കുന്നു. ഇതും പാപമാണ്. രണ്ടു ഭാഗത്തും പാപത്തിന്റെ സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വ്യക്തമാക്കപ്പെട്ടു. ഖാദിയുടെ അന്വേഷണത്തിന് ശേഷം ഈ രീതിയിലുള്ള വേർപിരിയലാണ് അനുയോജ്യമെന്ന് കരുതുകയും മൂന്നാമതൊരു വ്യക്തി അത് തീരുമാനിക്കുകയും ചെയ്താൽ രണ്ടുപേർക്കും യാതൊരു പാപവുമില്ല. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅതദൂഹ, അവിടുന്ന് അരുളുന്നു, ഇവ അള്ളാഹു നിശ്ചയിച്ച പരിധികളാകുന്നു, അതിനാൽ നിങ്ങൾ ഈ പരിധികൾ ലംഘിക്കരുത്. എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ, മുസ്ലിങ്ങൾ ഈ കൽപ്പനയെ എത്രത്തോളം ലംഘിച്ചു എന്നാൽ ഒരൊറ്റ ഇരുത്തത്തിൽ ഒന്നിച്ച് 3 തലാക്ക് ചൊല്ലിയാലും തലാക്ക് പൂർണ്ണമായി സംഭവിക്കുമെന്ന്, തലാക്ക് ബത്ത സംഭവിക്കുമെന്ന് അവർ പറഞ്ഞു കളഞ്ഞു. എന്നാൽ ഇതേ ചോദ്യം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വരികയും ഇതൊരൊറ്റ തലാക്കായിട്ടാണോ കണക്കാക്കുക എന്ന് ചോദിക്കപ്പെടുകയും ചെയ്തപ്പോൾ അവിടുന്ന് അരുളി, ഇതൊരൊറ്റ തലാക്കാണ്. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, റക്കാന എന്ന വ്യക്തി തന്റെ ഭാര്യയ്ക്ക് ഒരേ സമയം 3 തലാക്ക് ചൊല്ലി. അതിനുശേഷം റക്കാനയ്ക്ക് തന്റെ ഈ പ്രവൃത്തിയിൽ കഠിനമായ ദുഃഖം തോന്നി. ഈ വിഷയം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ വന്നപ്പോൾ അവിടുന്ന് ചോദിച്ചു, നീ നിന്റെ ഭാര്യയ്ക്ക് എങ്ങനെയാണ് തലാക്ക് ചൊല്ലിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവൾക്ക് ഒരേ സമയം 3 തലാക്ക് ചൊല്ലി. അവിടുന്ന് അരുളി, ഇതൊരൊറ്റ തലാക്ക് മാത്രമാണ്, അതിനാൽ നീ അവളെ മടക്കിയെടുക്കുക.
അതുപോലെ നിസായിൽ മഹ്മൂദ് ബിൻ ലബീദിൽ നിന്ന് നിവേദനം, ഒരാൾ തന്റെ ഭാര്യയ്ക്ക് ഒരൊറ്റ തവണയായി 3 തലാഖ് ചൊല്ലിയ വിവരം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കപ്പെട്ടു. ഇതിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായ കോപം പ്രകടിപ്പിക്കുകയും അരുളുകയും ചെയ്തു, ഞാൻ നിങ്ങൾക്കിടയിൽ ജീവനോടെയിരിക്കെ എന്റെ സാന്നിധ്യത്തിൽ അവൻ അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് കളിക്കുകയാണോ? ഈ ആയത്തിന്റെ തഫ്സീർ തുടരുന്നതാണ്. ബാക്കി പിന്നീട് ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.